ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം. ആദ്യ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ഘട്ടത്തിൽ പോലീസിന്റെ വിശദമായ റിപ്പോർട്ട് കിട്ടട്ടെ എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം കസ്റ്റഡിയിൽ വാങ്ങി 3 ദിവസം തെളിവെടുപ്പ് അടക്കം നടത്തിയതിന്റെ റിപ്പോർട്ട് നിശ്ചയമായും പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അത് കൃത്യമായി നോക്കിയതിനു ശേഷം രാഹുലിന് ജാമ്യം നൽകുമോ ഇല്ലയോ എന്നത് ഏറ്റവും പ്രധാന അതിൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം രാഹുൽ പുറത്തിറങ്ങിയാൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല അന്വേഷണവുമായി ഒട്ടും സഹകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ കൂടി കോടതിയെ അറിയിക്കും. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു ജാമ്യം നൽകണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം. നമുക്ക് അതിന്റെ റിപ്പോർട്ടിലേക്ക്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഫൈസൽ അസീസ് അവിടെ നിന്ന് ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഫൈസൽ, ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ തിരുവല്ല കോടതിയിൽ എത്തുമ്പോൾ രാഹുൽ എത്രമേൽ ഈ ജാമ്യാപേക്ഷയിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്? പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് എന്താണ് പറയുന്നത്? എന്തായിരിക്കും ഇന്ന് കോടതിയിൽ സംഭവിക്കുക? സൈഫുദ്ദീൻ ജിൻസി, ഏതായാലും 11 മണിയോടുകൂടിയാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. ഒപ്പം തന്നെ രാഹുൽ പ്രധാനമായും മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കാൻ പോകുന്നത് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണത്തോട് തീരെ രാഹുൽ മാങ്കൂട്ടം സഹകരിക്കുന്നില്ല. പുറത്തിറങ്ങിയ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. അതുപോലെ ഫോണിൻ്റെ പാസ്വേഡൊന്നും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം നൽകരുത് എന്നത് തന്നെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ വാദിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരിടാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ തനിക്കെതിരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല തന്നെ ഇതൊരു പ്രദർശന വസ്തുവാക്കുവാണ്, തൻ്റെ ഭാവി കളയാനുള്ള, അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി കളയാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കുക. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ഈ ജാമ്യാപേക്ഷയിൽ വലിയ രീതിയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനോട് പ്രതികരണത്തോടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതും അതുതന്നെയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി മുതിർന്ന അഭിഭാഷകൻ ശാസ്തമംഗലം അജികുമാർ ഹാജരാകുകയും ചെയ്യും. ഏതായാലും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തെ കാണുന്നത്. മാത്രമല്ല ഇത് അഥവാ ഇവിടെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ നേരെ സെഷൻസ് കോടതിയാണ് സമീപിക്കുക. സെഷൻസ് കോടതിയെ സമീപിച്ച് അവിടുന്ന് ഒരു ജാമ്യം ഉറപ്പാക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും രാഹുലിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്. ഏതായാലും 11 മണിയോടുകൂടി തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് രാഹുലിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ തന്നെ ഈ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യമാണ്. അതിനുശേഷം ഈ ഹർജി പരിഗണിക്കാം എന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ പോലീസ് രാഹുലിനെ ചോദ്യം ചെയ്തപ്പോൾ രാഹുലിനെ സഹകരിക്കാൻ തയ്യാറായില്ല രാഹുൽ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും പോലീസിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ നൽകുക. സൈഫുദ്ദീൻ ജിൻസി.